കാലം മാറിയിരിക്കുക. കാരണം മക്കളെ തന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടോ, മക്കളെ മാത്രം കുറ്റപ്പെടുത്തരുത്. പ്രാർത്ഥിക്കുന്ന ഒരമ്മയ്ക്ക് പ്രാർത്ഥിക്കാത്തൊരു മകനുണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നൊരമ്മ എനിക്കുണ്ടായിരുന്നു എന്ന് പറയുവാൻ, ഈ പരിശുദ്ധ മതമായി സാക്ഷി നിർത്തി പറയുവാൻ എനിക്ക് മടിയില്ല. കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നൊരമ്മ, അവരെ മറന്നിട്ട് ഞാൻ ഈ മധുവായുടെ മുന്നിൽ നിന്ന് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം അമ്മമാരുടെ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഈ ശതാധിപൻ, നിങ്ങൾക്കറിയാം, എത്രയോ പ്രാവശ്യം കേട്ടതാണ്. അവൻ കവർന്നഭൂമിയിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ചു. അവൻ അവനോട്, ഞാൻ വന്നവനെ സുഖമാക്കാമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ,